നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 10 വർഷത്തെ ഭരണത്തിന് ശേഷം പിണറായി വിജയൻ സർക്കാർ ഇറങ്ങിപ്പോയതോടെ കേരളത്തിൻ്റെ ശുക്രദശ തെളിഞ്ഞു. 13,000 കോടിയുടെ വിദേശ നിക്ഷേപമാണ് വിഴിഞ്ഞം തുറമുഖത്ത് വരാൻ പോകുന്നത്. വി ഡി സതീശൻ സർക്കാർ മിഷൻ സമുദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വൻ വിദേശ നിക്ഷേപ പദ്ധതിയുമായി അദാനി ഗ്രൂപ്പ് എത്തുന്നത്. ആഗോള കപ്പൽ കമ്പനിയായ MSC ഗ്രൂപ്പിൻ്റെ സഹോദര സ്ഥാപനമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡാണ് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിൻ്റെ 49% ഓഹരി വാങ്ങുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ് വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ എത്തിയിരിക്കുന്നത്. രാജ്യത്ത് തുറമുഖ മേഖലയിൽ വരുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിത്. കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമല്ലെന്ന ദുഷ്പേര് ഒരുപക്ഷെ ഈ ഒരൊറ്റ നിക്ഷേപം കൊണ്ട് തന്നെ മാറ്റാനായേക്കും. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻ കമ്പനിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന MSC ഗ്രൂപ്പ്. വിഴിഞ്ഞത്തിൻ്റെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിൽ 3.5 ഇരട്ടിയോളമാണ് ഈ നിക്ഷേപം കാരണം വർധനവുണ്ടാവുക. നിലവിലെ 16 ലക്ഷം TEU എന്നത് വിദേശ നിക്ഷേപം വരുന്നതോടുകൂടി 57 ലക്ഷം TEU ആയിട്ടാണ് വർദ്ധിക്കുക. ഇത് ചില്ലറ കാര്യമാണെന്ന് പറയാൻ കഴിയുമോ? കോവിഡ് കാരണം വൈകിയോടുന്ന ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുൻ നിശ്ചയിച്ച പ്രകാരം 2028 ഡിസംബറിൽ തന്നെ ഈ നിക്ഷേപം വരുന്നതോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു പ്രത്യേകത. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ് MSC ഗ്രൂപ്പ്. ആ കമ്പനിയുമായിട്ടുള്ള പങ്കാളിത്തം വിഴിഞ്ഞം തുറമുഖത്തിന് ഏറെ പ്രയോജനം ചെയ്യും. ഈ രംഗത്തെ ഗ്ലോബൽ ഹബ്ബായി വിഴിഞ്ഞം തുറമുഖം മാറും. ലോകമെമ്പാടുമുള്ള തുറമുഖങ്ങൾ നേരിടുന്നത് വൻ മത്സരമാണ്. തുറമുഖത്തേക്കെത്തുന്ന കണ്ടെയ്നറുകളിൽ വർധനവ് വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ കാർഗോ ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയിൽ വൻ വർധനവും വൻ വരുമാന വർധനവും വിഴിഞ്ഞത്ത് ഈ വിദേശ നിക്ഷേപം കാരണം നേടാൻ കഴിയും. ലോജിസ്റ്റിക്സ്, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, മറൈൻ എഞ്ചിനീയറിംഗ്, സപ്ലൈ ചെയിൻ സർവീസ് തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഈ വിദേശ നിക്ഷേപം സൃഷ്ടിക്കാൻ പോകുന്നത്. വരും തലമുറയുടെ ഭാവി ശോഭനമാക്കുന്ന നീക്കം. ആധുനിക കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ബ്രെയിൻ ഡ്രെയിൻ. കഴിവുള്ള യുവതീ യുവാക്കൾ അവസരം തേടി വിദേശത്തേക്ക് പോവുകയാണ്. വിവിധ മേഖലകളിൽ പ്രഗത്ഭരായ കേരളീയർ സംസ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം വിഴിഞ്ഞം വികസന പദ്ധതി സൃഷ്ടിക്കും. തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നീക്കമാണിത്. വൻ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ തിരുവനന്തപുരത്തേക്ക് എത്തും. ഹോസ്പിറ്റാലിറ്റി, ബാങ്കിംഗ്, മാനുഫാക്ചറിംഗ്, റീറ്റെയിൽ മേഖലകളിൽ യുവതീ യുവാക്കൾക്ക് വമ്പൻ അവസരങ്ങളാണ് പദ്ധതി കാരണം വരാൻ പോകുന്നത്. ഈ വിദേശ നിക്ഷേപത്തിനെതിരെ ചില അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിനെതിരെ നിലപാടെടുത്തു കഴിഞ്ഞു. പ്രിയപ്പെട്ട പ്രതിപക്ഷമേ, 10 വർഷം ഈ സംസ്ഥാനത്തെ യുവജനങ്ങളുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിയവരാണ് നിങ്ങൾ. വികസനത്തിൻ്റെ പ്രതീക്ഷാകിരണങ്ങൾ വരുമ്പോൾ പഴകി തുരുമ്പിച്ച കമ്മ്യൂണിസം കൊണ്ട് അതിനെ ഊതിക്കെടുത്തരുത്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപത്തെ എതിർക്കുന്നവർ ഒന്നറിയണം, എക്കാലവും വിഴിഞ്ഞം അദാനിയുടേത് ആയിരിക്കില്ല. 2060 അവർ സൗജന്യമായി തുറമുഖവും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരിന് കൈമാറണം. 2034 മുതൽ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം സംസ്ഥാന സർക്കാരിന് കിട്ടിത്തുടങ്ങേണ്ടതാണ്. എത്ര കണ്ടെയ്നറുകൾ ഒരു തുറമുഖത്ത് എത്തുന്നു എന്നതിനനുസരിച്ചാണ് ആ തുറമുഖത്തിൻ്റെ വരുമാനം. ലോകമെമ്പാടും വേരുകളുള്ള ഒരു കപ്പൽ കമ്പനിയുമായി ഉണ്ടാക്കുന്ന കരാർ തുറമുഖ മേഖലയിൽ ആ കമ്പനി ലോകമെമ്പാടും നടത്തുന്ന കച്ചവടത്തിൻ്റെ നല്ലൊരു ഭാഗം വിഴിഞ്ഞത്തേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ഇപ്പോൾ തുടങ്ങിയാൽ 2034 മുതൽ നല്ലൊരു തുക സംസ്ഥാന ഖജനാവിലേക്ക് എത്തും. ഖജനാവിൽ നിന്ന് എടുക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, വല്ലപ്പോഴും ഖജനാവ് നിറയ്ക്കുന്നതിനെക്കുറിച്ചും കേരളത്തിലെ ഭരണാധികാരികൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 49% ഓഹരികൾ സ്വകാര്യ വിദേശ കമ്പനിക്ക് വിൽക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണം നടത്താനാണ് ശ്രമം. വിഴിഞ്ഞത്തെ അദാനി തൂക്കി വിൽക്കുന്നുവെന്ന് വരും ദിവസങ്ങളിൽ പ്രചാരണം ഉണ്ടായേക്കാം. ലോകമെമ്പാടുമുള്ള തുറമുഖങ്ങൾ വികസിപ്പിക്കുന്ന വിജയ മാതൃകയാണിത്. വിഴിഞ്ഞത്തും അത് വരണം. വന്നില്ലെങ്കിൽ 2060 ഒരു തുറമുഖത്തിൻ്റെ അസ്ഥികൂടമായിരിക്കും സംസ്ഥാനത്തിന് അദാനി ഗ്രൂപ്പ് കൈമാറുക. ഇന്ന് കേരളത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെപ്പോലെ സംസ്ഥാനത്തിന് ഈ തുറമുഖവും ബാധ്യതയാകരുത്. തുറമുഖ വികസനത്തിൽ ഇന്ന് രാജ്യത്തുള്ള അഗ്രഗണ്യന്മാരാണ് അദാനി ഗ്രൂപ്പ്. അവർക്ക് ഈ പദ്ധതി എങ്ങനെ വിജയിപ്പിക്കണമെന്ന് നന്നായി അറിയാം. രാജ്യത്തിനകത്തും പുറത്തും അവർ വിജയകരമായി തുറമുഖങ്ങൾ വികസിപ്പിക്കുകയാണ്.
പൊതു താൽപ്പര്യം സംരക്ഷിക്കുന്നുണ്ടോ, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ, കരാർ ലംഘനം നടത്തുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. അത് കർശനമായി പരിശോധിക്കുകയും വേണം. തുറമുഖ വികസനം അത് അവർക്ക് വിടുന്നതാണ് നല്ലത്. അദാനി ഗ്രൂപ്പിനോ മറ്റേതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികൾക്കോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ച് പ്രവർത്തിക്കാനാകില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപത്തെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ നടന്ന ചർച്ചകൾ സംസ്ഥാനത്തെ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. കുത്തകകളെ വിഴിഞ്ഞത്ത് അനുവദിക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത്. ശക്തമായ എതിർപ്പ് CPM-ൽ നിന്ന് ഉണ്ടാകുമെന്ന് വ്യക്തം. സർക്കാർ ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ ഓഹരി കൈമാറ്റം അനുവദിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഓഹരി കൈമാറ്റത്തിന് അനുവാദം നൽകാനുള്ള ഇച്ഛാശക്തി കാണിക്കണം. ഓഹരി വിൽപ്പനയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുമതി വേണമെന്നും അനുമതിക്കായി അദാനി ഗ്രൂപ്പ് സർക്കാരിനെ സമീപിച്ചിട്ടില്ലെന്നും അത് വരുമ്പോൾ അക്കാര്യം പരിഗണിക്കാമെന്നുമാണ് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചത്. ഇതല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞില്ല. ഒരുപക്ഷെ ഇപ്പോഴേ വിവാദമുണ്ടാക്കേണ്ട എന്ന് സർക്കാർ കരുതിയിട്ടുണ്ടാകും. മറിച്ചാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാർ അനുമതി നിഷേധിക്കുമോ എന്ന ആശങ്ക ഉയരുകയാണ്. കേരള സർക്കാരും അദാനിയും തമ്മിലുള്ള കരാർ പ്രകാരം 25% മുകളിൽ ഓഹരി കൈമാറ്റം നടത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. സർക്കാർ ഭൂമിയിലാണ് തുറമുഖം പ്രവർത്തിക്കുന്നത് എന്നതിനാലാണത്. എന്നാൽ തുറമുഖത്തിനും സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കുമുള്ള പ്രയോജനങ്ങൾ കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകേണ്ടത്. വിദേശ കമ്പനിക്കാണ് ഓഹരി കൈമാറുന്നത് എന്നതിനാലും തുറമുഖം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട മേഖല ആയതിനാലും കേന്ദ്ര സർക്കാർ അനുമതിയും ഈ ഓഹരി കൈമാറ്റത്തിന് ആവശ്യമാണ്. കുത്തകയാണോ അല്ലയോ എന്നീ കാര്യങ്ങളൊന്നും അനുമതിക്കായി സർക്കാരുകൾ പരിഗണിക്കില്ല. സത്യത്തിൽ UDF സർക്കാരിൻ്റെ കാലത്ത് വന്ന ഈ വിദേശ നിക്ഷേപത്തെ കോൺഗ്രസും UDF-ഉം അവരുടെ ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടേണ്ടതാണ്. CPM പത്രമായ ദേശാഭിമാനി ഇത് LDF-ൻ്റെ ഭരണ നേട്ടമെന്ന നിലയിലാണ് ഇന്ന് വാർത്ത നൽകിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യത്തിൽ പദ്ധതിയെ എതിർക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞതും ഓഹരി വിൽപ്പനയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുകയാണ്. ബജറ്റിൽ മിഷൻ സമുദ്ര പ്രഖ്യാപിച്ച ശേഷം ഇതിന് ഘടകവിരുദ്ധമായ നിലപാട് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുത്തത് എങ്ങനെ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയും. 13,000 കോടിയുടെ വിദേശ നിക്ഷേപം സംസ്ഥാനത്തേക്ക് എത്തിച്ച് കേരളത്തിൻ്റെ വികസനത്തിന് ഇന്ധനം നൽകുന്ന നീക്കമാണ് അദാനി ഗ്രൂപ്പ് നടത്തുന്നത്. 49% ഓഹരി വിൽക്കുന്നത് വിഴിഞ്ഞത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ ബാധിക്കുന്നില്ല. കാർഗോ വരവിൽ 3.5 ഇരട്ടിയിലേറെ വർധനവ് വരുന്നു. സംസ്ഥാന ഖജനാവിലേക്ക് കോടികൾ വരുമാനമായി എത്തുന്നു. യുവാക്കളെ സംസ്ഥാനം വിട്ടു പോകുന്നത് തടയുന്നു. ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. 2026-ൽ തുറമുഖം സർക്കാരിന് കൈമാറുന്നതിന് ഈ ഓഹരി കൈമാറ്റം ഒരു തടസ്സമാകുന്നില്ല. മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ട് വലിയ ഭരണ നേട്ടമായി അവതരിപ്പിക്കാൻ സാധ്യതയുള്ള പദ്ധതിയെ രാഷ്ട്രീയം മാത്രം കണ്ട് എതിർത്താൽ പടുകുഴിയിലായി പോകുന്നത് കേരളമാകും. പിണറായി സർക്കാരിനെ മാറ്റി ജനം പുതിയൊരു സർക്കാരിനെ തിരഞ്ഞെടുത്തതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെയും വരും.